നമുക്ക് ഈ ഇൻഫർമേഷൻ ഔട്ട്ലെറ്റ് അതായത് IO അല്ലെങ്കിൽ കീസ്റ്റോൺ ജാക്ക് എങ്ങനെ പഞ്ച് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നോർമലി ഉപയോഗിക്കുന്നത് ഈ ഒരു B സ്റ്റാൻഡേർഡാണ്. ഇവിടെ കാണാൻ പറ്റും Aയും Bയും സ്റ്റാൻഡേർഡുകൾ കളർ കോഡിൻ്റെ. അതിനകത്ത് B സ്റ്റാൻഡേർഡാണ് നമ്മൾ നോർമലി ഉപയോഗിക്കുന്നത്. അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ B സ്റ്റാൻഡേർഡ് വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാം ബിയുടെ ആദ്യം വരുന്നത് ബ്ലൂ വൈറ്റ് ബ്ലൂ, അത് കഴിഞ്ഞ് ഗ്രീൻ വൈറ്റ് ഗ്രീൻ. അതുപോലെ ഇവിടെയും B സ്റ്റാൻഡേർഡ്, അതായത് ഈ സൈഡിൽ B സ്റ്റാൻഡേർഡ് വരുന്നത് ഓറഞ്ച് വൈറ്റ് ഓറഞ്ച്, ബ്രൗൺ വൈറ്റ് ബ്രൗൺ. ഇങ്ങനെയാണ് B സ്റ്റാൻഡേർഡിലെ ഈ രണ്ട് പോർഷനും വരുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഈ കേബിളിൽ നോർമലി ആ ഒരു ബ്ലൂ വൈറ്റ് ബ്ലൂ വന്നോടത്ത് ആ ബ്ലൂ വൈറ്റ് ബ്ലൂ ഈ ഒരു രണ്ട് പിന്നിൽ കണക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ഇവിടെ ഗ്രീൻ വൈറ്റ് ഗ്രീൻ, അപ്പോൾ ഗ്രീൻ വൈറ്റ് ഗ്രീൻ എടുക്കുക, അതും നമ്മൾ ഇവിടെ ഈ ഒരു രണ്ട് പോയിന്റിൽ കണക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെയുള്ള ഓറഞ്ച് വൈറ്റ് ഓറഞ്ചും ബ്രൗൺ വൈറ്റ് ബ്രൗണും ഈ ഒരു രണ്ട് പോയിന്റിലും കണക്ട് ചെയ്യും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇത് സ്ട്രിപ്പ് ചെയ്തെടുത്ത് സ്ട്രെയിറ്റ് ആക്കിയതിന് ശേഷം കഴിയുന്നതും കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ വച്ചിട്ട് നമുക്കത് ഓരോ വയറും ഓരോന്നിൽ കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ഈ ഒരു 4 കളറിലെ വയറുകൾ ആ ഒരു കളർ കോഡ് 4 വശത്താക്കിയിട്ട് ആ ഒരു സെറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ആ പിന്നിൻ്റെ ഉള്ളിൽ നമുക്ക് ടൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു കളർ അനുസരിച്ച്, നമ്മൾ നേരത്തെ പറഞ്ഞ കളർ അനുസരിച്ച് ആ ഒരു പിന്നിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് അധികം വയറൊന്നും ലോസ് ഇല്ലാണ്ട് കറക്റ്റായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് പഞ്ച് ചെയ്യാനായിട്ട് ടൂണിൽ നമുക്ക് പഞ്ച് ചെയ്യാം. ടൂളിൻ്റെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു മുനയായിട്ടിരിക്കുന്ന ഒരു ഭാഗം ഇവിടെ വേണം നമുക്ക് ആ ഒരു കട്ട് ചെയ്യേണ്ട പോർഷനിൽ വയ്ക്കാനായിട്ട്, അതായത് സ്ട്രിപ്പ് ചെയ്ത് വരേണ്ട ആ ഒരു പോർഷനിൽ വയ്ക്കാൻ. അപ്പോൾ അവിടെ വെച്ച് നമുക്കത് സ്ട്രിപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് പഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പോർഷൻ അടന്ന് പോകുന്ന നമുക്ക് കാണാം. ആ ഒരു വയറിൻ്റെ ആ ഒരു അറ്റം കറക്റ്റായിട്ട് തന്നെ അടന്നു പോകും. ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു IO ജാക്ക്, അതായത് കീസ്റ്റോൺ ജാക്ക് ഇൻഫർമേഷൻ ഔട്ട്ലെറ്റ് നമുക്ക് പഞ്ച് ചെയ്ത് എടുക്കാവുന്നതാണ്.